2018 മുമ്പുള്ള വർഷം എല്ലാവർക്കും ഫേവറേറ്റ് വർഷമാവും. അതിനുശേഷം എല്ലാവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് 2018 മുമ്പുള്ള വർഷങ്ങൾ ഫേവറേറ്റ് ആയിരുന്നു. കാരണം ഞാൻ 2017-18 ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എല്ലാവരുടെ പോലെ തന്നെ എനിക്കും ഫേസ് കാണിച്ച് വീഡിയോസ് ഇടാൻ മടിയുണ്ടായിരുന്നു. ഞാൻ ഇല്ലാത്ത കോൺഫിഡൻസ് ഒക്കെ പുറത്തെടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ ഫേസ് കാണിച്ചിട്ടൊക്കെ വീഡിയോസ് ഇട്ടിരുന്നു. എന്നെ ചെറുപ്പം മുതൽ അറിയുന്നവർക്ക് അറിയുണ്ടാവും ഞാൻ വീഡിയോസ് ഇട്ടിരുന്ന കാര്യങ്ങളൊക്കെ. ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്കൊരു 4000 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. പക്ഷേ ഈ 4000 സബ്സ്ക്രൈബേഴ്സ് ഇന്നത്തെ കാര്യം വെച്ചിട്ട് നോക്കുമ്പോൾ വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷെ അത് അന്ന് ആ യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ അത് വലിയൊരു സംഭവം തന്നെയായിരുന്നു എനിക്ക്. അന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന യൂട്യൂബ് എങ്ങനെ നിന്നല്ലേ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഞാൻ വീഡിയോസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. സോ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ അവിടെ നിർത്തിയേക്കേണ്ട ഒരു അവസ്ഥ വന്നു. യൂട്യൂബ് ചാനൽ അവിടെ നിർത്തിയോണ്ട് തന്നെ എനിക്ക് 10ാം ക്ലാസ്സിൽ കുറേ A+ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് അവിടെ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം റീച്ചും അത്യാവശ്യം ഫോളോവേഴ്സും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിലെനിക്ക് ആരുടെ ഒരു പരാതി ഇല്ല കേട്ടോ. കാരണം ഞാൻ അന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാവും ചിലപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിൽ എത്തിയിട്ടുണ്ടാവുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിർത്താൻ നല്ല സുഖമായിരിക്കും, പക്ഷെ ഒരു കാര്യം തുടങ്ങാനാണ് പാട്. ഇന്നിപ്പോൾ ഈ വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എനിക്ക് നല്ല പേടിയുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തീരെ കോൺഫിഡൻസും ഇല്ല. ഞാൻ എങ്ങനെയൊക്കെ മെനക്കെട്ടിട്ടാണ് ഈ വീഡിയോസ് തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പറയാനായിട്ട് നല്ല ക്യാമറ ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എല്ലാതും ഉണ്ടെങ്കിലും എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല. കാരണം എൻ്റെ കോൺഫിഡൻസ് ഞാനവിടെ 10ാം ക്ലാസ്സിൽ മാറ്റി വെച്ച് പോകുന്നതാണ്. അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കുറച്ച് ടാസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരു കാര്യം നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടില്ല.